This is Siddhi Kunyi. Welcome my English grammar lesson class, and this is a second video. Let's go. അപ്പോൾ ഇന്ന് നമുക്ക് പഠിപ്പിക്കാൻ പോകുന്ന വിഷയം ഇതിന് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നു. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ ഇത് എങ്ങനെ ചെയ്ത് നോക്കുന്നത് ആദ്യം നമ്മൾ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആം ഈസ് ആർ. അപ്പോൾ ഇവള് പറയുന്നുണ്ട് മൈ നെയിം ഈസ് ലിസ, എൻ്റെ പേര് ലിസയാണ്. ഐ ആം 22, ഐ ആം അമേരിക്കൻ, ഐ ആം ഫ്രം ചിക്കാഗോ, ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. മൈ ഫാദർ ഈസ് ഡോക്ടർ ആൻഡ് മൈ മദർ ഈസ് എ ജേർണലിസ്റ്റ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ വേറെന്ന് പറഞ്ഞുകൊണ്ട് ഐ ആം നോട്ട് മാരീഡ്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. മൈ ഫേവറേറ്റ് കളർ ഈസ് ബ്ലൂ, മൈ ഫേവറേറ്റ് സ്പോർട്സ് ആർ ഫുട്ബോൾ ആൻഡ് സ്വിമ്മിങ്, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ട്. അപ്പോൾ ആർട്ടിൽ ഇൻട്രസ്റ്റഡ് ആണ്. ഈ ഒരു കാര്യങ്ങളാണ് ആദ്യമായിട്ട് ആ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അവൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ മെയിനായിട്ട് പഠിക്കണം. അപ്പോൾ അത് ഭാവിയിൽ ഫ്യൂച്ചർക്ക് ഏതൊരാൾക്കും അതൊരു ഉപകാരപ്പെടുന്ന വലിയൊരു കാര്യമാണ്. കാരണം വലിയ വലിയ കമ്പനികളിലും എന്തു കാര്യങ്ങളിലായിട്ട് നിങ്ങളെ പറ്റിയിട്ട് ആദ്യം സേവ് യുവർ ഇൻട്രൊഡക്ഷൻ എന്നാണ് ഇൻ്റർവ്യൂർ ആദ്യം ചോദിക്കുക. അപ്പോൾ നമ്മുടെ പേര്, വയസ്സ്, എവിടെ നിന്ന് വരുന്നു, നമുക്ക് എന്താണ് താല്പര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പോൾ എക്സാമ്പിൾ, മൈ നെയിം ഈസ് സിദി കുഞ്ഞി അബ്ദുൽ ഖാദർ, I am 28 years old. I am from Kerala, Kasaragod. My favorite sports are cricket and football. We have 8 members in my family and that's all about me. അങ്ങനെ ചെറിയൊരു ലഘു നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളൊരു ബുക്കും പേപ്പറിൽ നിങ്ങളെ പേരും നിങ്ങളുടെ പേര്, വയസ്സ്, അതുപോലെ നിങ്ങളുടെ ഇത്ര മെമ്പേഴ്സ് ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ, അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കളി ഏതാണ്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങൾ മാരീഡ് ആണോ, പിന്നെ അപ്പോൾ എല്ലാം എഴുതിയതിന് ശേഷം ദാറ്റ്സ് ഓൾ അബൌട്ട് മീ എന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളൊന്ന് കാണാതെ പഠിച്ചിട്ട് നിങ്ങൾ കണ്ണാടിയുടെ മുന്നിലോ അല്ലെങ്കിൽ വേറെ ആളെ കൊണ്ടോ നിങ്ങൾ ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ രണ്ടാമത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ചെറിയൊരു ചാനലാണ്, എനിക്ക് കഴിയുന്ന വിധം എനിക്ക് എൻ്റെ അറിവുകൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ സ്റ്റേ ട്യൂൺ, അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.